കേരളത്തിലെ നമ്പർ 1 ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒന്നാണ് വർക്കല. അപ്പം നമുക്ക് ഏറ്റവും വലിയ ലക്കെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മാത്രമേ വർക്കലയിലോട്ടുള്ളൂ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ വരാം എന്നുള്ളൊരു ഡിസ്റ്റൻസിലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനോ എന്ത് പാർട്ടി ആണെങ്കിലും നമ്മൾ അവിടെ പോയിട്ടാണ് കേക്ക് കട്ട്. അപ്പോൾ ഇതിപ്പം ന്യൂ ഇയറിന് ഒരു 3-4 ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ശിവഗിരിയുടെ തീർത്ഥാടനമൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഇത്ര അധികം തിരക്ക്. ചെന്ന് കയറിയ സമയത്ത് തന്നെ കണ്ടത് ഈ ഒരു സംഭവമാണ്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടിട്ട് വേസ്റ്റ് ബോട്ടിൽസ് കൊണ്ട് ഒരു ഡോൾഫിൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇത് കണ്ടോ. ഇത് അടിപൊളി വ്യൂ ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴെന്തോ സെറ്റ് ചെയ്തതാണ്. ഞാനിപ്പം കുറച്ചായി പോയിട്ട്, അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. അതിനുശേഷം ഞങ്ങളൊരു കപ്പലിൻ്റെയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് കറങ്ങിയൊക്കെ നിന്നതിന് ശേഷം നേരെ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. ഞങ്ങൾ ആദ്യം പോയത് ക്ലിഫിലായിരുന്നു. പക്ഷേ ക്ലിഫിൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല, കാരണം അവിടെ പാർക്കിംഗ് ഫുള്ളി ക്ലോസ് ആക്കി അത്ര ജനമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ താഴെ ബീച്ചിൽ വന്നത്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് അടിപൊളി ഒരു റെസ്റ്റോറൻ്റാണ്, ചിമ്മിനി എന്നാണ് പേര്. ഇതിൽ നമ്മൾ ഫുഡിലുപരി ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് നമുക്കൊരു വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ ആംബിയൻസ് ആണ് കേട്ടോ. അത്ര അധികം അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു കുറേ അധികം, കുറച്ചുകൂടെ ഒരു ഈവനിങ്ങിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് നല്ല നല്ല പ്ലേസ് ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പം അതിന് മുന്നേ ആയിട്ട് തന്നെ ഹൈസുവിന് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതായിരുന്നു. അവനിതിൽ തുടരുന്നൊക്കെ എഴുതി വെച്ചിരുന്നാൽ കൂടി അതിൽ തൊടാനായിരുന്നു അവന് എക്സൈറ്റ്മെൻറ്റ്. കാരണം വീട്ടിൽ അക്വേറിയം ഉള്ളതുകൊണ്ട് തന്നെ അവനിതൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ ഹൈസുവിനായിട്ടൊരു സൂപ്പ് ഓർഡർ ആക്കിയിട്ടുണ്ട്. കാരണം അവൻ പൊതുവെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സൂപ്പ് ഓർഡർ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് ഞാൻ തന്നെ കുടിക്കുള്ളൂ എന്നുള്ള സംഭവത്തിൽ വാശിയിലിരിക്കുകയാണ്. എനിക്ക് തന്നിട്ടേ ഇല്ല. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ബട്ടർ നാനും പിന്നെ ഗാർലിക് നാനും പ്ലെയിൻ നാനും. അതൊക്കെ എല്ലാം കുറച്ച് ക്വാണ്ടിറ്റീസിൽ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഹൈസുവിനായിട്ടൊരു അപ്പം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവനത് കഴിച്ചില്ല. അവസാനം അത് ഞാൻ കഴിച്ചു. പിന്നെ ചിക്കൻ്റെ ഗ്രേവി കാര്യങ്ങൾ, അങ്ങനെ ഗ്രേവി അല്ല, ചിക്കൻ കറി, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫൈനലി എനിക്ക് വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 നാരങ്ങ വെള്ളം കൂടെ ഓർഡർ ചെയ്തു. 2 എനിക്കെല്ലാം ഒന്നിക്കാകാണ്, ഒന്ന് എനിക്കുമായിട്ട് ഓർഡർ ചെയ്തു. അതുകൂടെ കുടിച്ച് വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ നല്ല പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.